ജിസേലിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തുമാത്രം നാണം കെട്ട രീതിയിലാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ടും ജിസേല് അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ടല്ലോ, അത് ഒരു ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അത് കഴിയൂ. എനിക്ക് ജിസേലിന്റെ ഗെയിം അങ്ങനെ ഭയങ്കര സൂപ്പറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഒരു ടോപ്പ് 7 എടുത്താൽ അതിലൊരാൾ നിലവിലെ ഗെയിം അനുസരിച്ച് ജിസേലാണെന്ന് പറയാം. അതിനപ്പുറം ജിസേൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആളുമല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജിസേലിനെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് സ്വയം നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു മോശമായ കാര്യമായി തോന്നുന്നു. കാരണം ജിസേൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത രീതി, ആ ഒരു വേദിയിൽ ഞാൻ അന്ന് അതിനെ എനിക്ക് ഓർമ്മയുണ്ട്, കൗരവ സഭ എന്നാണ് വിളിച്ചത്. അവിടെ ശരിതെറ്റുകൾ എന്തോ ആയിക്കോട്ടെ, അവിടെ ആർക്കും ആരെയും അങ്ങനെ പരസ്യ വിചാരണ ചെയ്യാനുള്ള ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ നെവിൻ ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെയാണ് അങ്ങനെ ഒരു വിചാരണയ്ക്കായിട്ടുള്ള ഒരു കളം അവിടെ ഒരുക്കി കൊടുക്കുന്നത്. അവിടെ വെച്ചൊരു സ്ത്രീ അപമാനിക്കപ്പെടുകയാണ് പരസ്യമായിട്ട്. ലാലേട്ടന്റെ ഈ ദേഷ്യത്തിനെല്ലാം കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ജിസേലിനെ സമ്മതിച്ചേ പറ്റൂ. ജിസേലിന്റെ സ്ഥാനത്ത് റെന ഫാത്തിമയോ അനുമോളോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുക? ഒന്നാമത് ഇവർ ക്വിറ്റ് ചെയ്ത് പോകും, അവരിവിടെ തുടരില്ല. രണ്ടാമത് ബിഗ് ബോസ് വീട്ട് കണ്ണീർ കുളമായി മാറിയനെ, കണ്ണീര് പൊഴിഞ്ഞതിന് അത്രത്തോളം അവിടെ അലറി വിളിച്ച് കീറി കൂവിയനെ. സത്യത്തിൽ ഒരു സംശയവും അതിൽ വേണ്ട. കാരണം ജസ്റ്റ് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റെനയുടെ പേര് അവിടെ വന്നപ്പോൾ റെന കടന്ന് കരഞ്ഞു വിളിച്ച് നമ്മൾ കണ്ടതാണ്. അനുമോളാണെങ്കിലും റെനയാണെങ്കിലും പുറത്തെ ലൈഫ് ഓർത്ത് ഞാനൊരു സ്ത്രീയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, എക്സെട്ര പറഞ്ഞ് ഈ വിഷയം വേറെ എങ്ങോട്ടൊക്കെയോ പോകുമായിരുന്നു. ജിസേലിന്റെ ക്വാളിറ്റി കൊണ്ടാണ് സത്യത്തിൽ അവരിത് ഹാൻഡിൽ ചെയ്തത്. അതിനുശേഷം അനുമോളോട് സംസാരിച്ചത്, ഈ ജിസേൽ അനുമോളടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ പോലും പലരും പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ജിസേലിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത് വീണ്ടും ന്യായീകരിക്കാൻ പോകുന്നത്. അങ്ങനെ അവരെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആരും ചിന്തിച്ചില്ല 1% സാധ്യത. ഇപ്പൊ അനുമോള് കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞത് അനുമോളെ വിശ്വാസമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ 1% സാധ്യതയില്ലേ അനുമോളായാലും കള്ളം പറയാനുള്ള? ആ ഒരു പ്രോബബിലിറ്റിയെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. ആ ഒരു സാധ്യതയെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. എല്ലാവരും വിധി എഴുതി, അവിടെ എന്തോ നടന്നിട്ടുണ്ട്. ഞാൻ ആ വിധി എഴുതിയവരെയാണ് പറയുന്നത്. ഇതിനെ എതിർത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഇത് വിശ്വസിച്ച ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസിൽ അത് നടക്കില്ല. മലയാളി ഓഡിയൻസിന്റെ പൾസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിനകത്ത് ഇത് നടക്കില്ല. അപ്പൊ അത് അറിഞ്ഞു വെച്ചിട്ട് ആ 1% സാധ്യതയെ പോലും ആരും മുഖവിലേക്ക് എടുത്തില്ല. ഒരു പക്ഷേ ജിസേൽ ഇത് ചെയ്തിട്ടില്ലെങ്കിലോ അവർക്കുണ്ടാവുന്ന ഡാമേജ്, അവരുടെ വ്യക്തിത്വത്തിൽ ഏൽക്കുന്ന കളങ്കം അതെന്തുമാത്രം വലുതാണ്. അത്രയും അവരുടെ ലൈഫിൽ അവർ മറക്കാത്ത ഒരു ഇൻസിഡന്റ് ആയിട്ട് അത് മാറില്ലേ? ഇപ്പൊ ജിസേലിനെ കണ്ടെടുത്തുള്ള അവരിതിനെ സ്ട്രോങ് ആയിട്ട് നേരിട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി അവർക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഞാൻ ജിസേലിന്റെ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അറിയാലോ, നമ്മുടെ വീഡിയോ കാണുന്ന ഞാൻ എപ്പോഴും വിമർശിക്കുന്ന 2 പേരാണ് ആര്യനും ജിസേലും. പക്ഷെ ഈ ഒരു വിഷയത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത്. അത് തെറ്റായ ഒരു ആരോപണമാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള അനുമോൾ പറഞ്ഞതുകൊണ്ട് ആ അനുമോളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണശേഷി ആ ചോര തിളച്ചു പൊങ്ങുന്ന ഒരുപാട് പേർക്ക് ഈ വിഷയത്തിൽ അനുമോള് പറഞ്ഞത് വിശ്വസിച്ച് ഉടനെ തന്നെ ജിസേലിനെയും ആര്യനെയും കുറ്റപ്പെടുത്താൻ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്വം. അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ സത്യം തെളിയണം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, നമ്മുടെ മുമ്പിലുള്ള ഫാക്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അനുമോളുടെ ആരോപണത്തിന് കഴമ്പില്ല എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ തള്ളി പറഞ്ഞിട്ട് ജിസേലിന്റെയും ആര്യന്റെയും ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് പറയുന്നത്. മറിച്ചാണ് കാര്യമെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡുകളിലാണ്. അതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡ് വരെ കാത്തിരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ആദ്യത്തെ 2 പ്രൊമോയിൽ വന്ന ഡയലോഗിൽ നിന്ന് തന്നെ അനുമോളുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തിരിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ജിസേലിനെ സമ്മതിച്ചേ പറ്റൂ. അവരുടെ ക്വാളിറ്റി, അവരുടെ ക്യാരക്ടർ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനുശേഷം അനുമോളുടെ കൂടെ ടാസ്ക് ചെയ്തു, അനുമോളുടെ കൂടെ അവരുടെ ബെഡിൽ പോയി കിടന്നു, ടാസ്കിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നപ്പോൾ സംസാരിക്കാൻ ട്രൈ ചെയ്തു. സമയം കിട്ടിയപ്പോഴൊക്കെ അനുമോളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തതെല്ലാം ജിസേലായിരുന്നു. പക്ഷെ എന്നിട്ടും അനുമോള് അവർ പിടിച്ചത് മുയലിന് 10 കൊമ്പെന്നും പറഞ്ഞൊരു നിലപാടിലാണ് നിന്നത്. എന്നിട്ടും ജിസേൽ ഒരു പരിധിവരെ അനുമോളുമായിട്ട് അത്യാവശ്യം നല്ലപോലെ പെരുമാറാൻ ശ്രമിച്ചു. വേറെ ഒരു മനുഷ്യനും, സ്ത്രീ എന്നുള്ളതൊക്കെ പോട്ടെ, വേറെ ഒരു മനുഷ്യനും അവരെക്കുറിച്ച് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉന്നയിച്ച ഒരാളോട് ഇതുപോലെ പെരുമാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ജിസേലിന്റെ ക്വാളിറ്റി, ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ക്വാളിറ്റി, ക്യാരക്ടർ അത് വേറെ ലെവലാണ്, പറയാതിരിക്കാൻ പറ്റില്ല.